ലഡാക്ക് ആക്രമണത്തിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെതിരെ കേന്ദ്ര സർക്കാർ. സോനം വാങ്ചുക് അറബ് വസന്തം ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പരാമർശങ്ങൾ നടത്തി. പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ ഇയാൾ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. ലഡാക്കിലെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും സർക്കാർ പറയുന്നു. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ ആക്ടിവിസ്റ്റിന് നേരെ ആഭ്യന്തര മന്ത്രാലയം വിരൽ ചൂണ്ടുന്നത് എന്തൊക്കെ കാരണങ്ങളാണ്? കൃഷ്ണരാജ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സോനം വാങ്ചുക്കിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. കാരണം സ്റ്റാൻസിംഗ് സെപാങ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവ്, അവിടുത്തെ കൗൺസിലർ, അയാളുടെ നേതൃത്വത്തിൽ BJP ഓഫീസ് കത്തിക്കാൻ പോകുന്നതും CRPF വാഹനം കത്തിക്കുന്നതും പോലീസിനെ ആക്രമിക്കുന്നതും അയാൾ ഇരുമ്പ് കമ്പിയുമായി പോകുന്നതുമായ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ യാത്ര നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്തയാൾ കൂടിയാണ് ഈ സ്റ്റാൻസിംഗ് സെപാങ് എന്ന വ്യക്തി. അതിനാൽ കൂടിയാണ് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ 370 റദ്ദാക്കി അത് കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്ന കക്ഷിയാണ്. പെട്ടെന്നാണ് മനംമാറ്റം വന്ന് ഇനി സംസ്ഥാന പദവി വേണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഇയാൾക്ക് പിന്നിൽ ചില വിദേശ രാജ്യങ്ങൾ കൂടി ഉണ്ട്, ആ വിദേശ ഫണ്ടിങ് ഇയാൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇതിനോടകം തന്നെ ആഭ്യന്തര മന്ത്രാലയം ഇയാൾക്കെതിരെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇയാളെ കോൺഗ്രസ് സ്പോൺസർ ചെയ്യാൻ ആരംഭിച്ചത്. തുടർന്നാണ് ഈ സോനം വാങ്ചുക്കിനെ ലക്ഷ്യമിട്ട് ഇപ്പോൾ അയാളുടെ പിന്നണിയിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യം അന്വേഷിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. അതിന് കൃത്യമായ തെളിവുകളും കേന്ദ്രം ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നു. സോനം വാങ്ചുക്ക് അറബ് വസന്ത ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി പ്രതിഷേധങ്ങളെ കുറിച്ചും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് തെളിവ് സഹിതം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അറബ് വസന്ത ശൈലിയിലൂടെ അട്ടിമറിക്കണമെന്ന് ഈ സോനം വാങ്ചുക്കിനെ പോലെ ഒരു വ്യക്തി ആരോപിക്കുന്നത്. ഒപ്പം തന്നെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭ ശൈലിയിൽ ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കണം എന്ന് ഈ സോനം വാങ്ചുക്ക് പ്രസംഗിച്ചു എന്നുള്ളതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തുവിടുന്നുണ്ട്. ഇയാളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ ജനക്കൂട്ടത്തെ ഇയാൾ ഇളക്കിവിട്ടു എന്നാണ് കേന്ദ്രം പറയുന്നത്. ലഡാക്കിലെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും സർക്കാർ പറയുന്നു. ഇതിന് വലിയ വില നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്രം ഇപ്പോൾ നൽകുന്നതും. നേരത്തെ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ച് വേണ്ട നടപടികൾ കേന്ദ്രം സ്വീകരിച്ചു വന്നതാണ്. അതേസമയം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒക്ടോബർ 6-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളും തമ്മിൽ ഒരു സമാധാന ചർച്ച നടത്താനിരുന്നതാണ്. ആ സമാധാന ചർച്ചയെ അട്ടിമറിക്കാനാണ് ഈ രീതിയിൽ ഒരു അക്രമം നടന്നത് എന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നു. സോനം വാങ്ചുക്കിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നുള്ള വാദമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇതിനോടകം 4 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, 90-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടും എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചവർക്കും ജീവന് ഹാനിയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നേപ്പാളും ബംഗ്ലാദേശുമല്ല ഇന്ത്യ എന്താണ് എന്ന് സോനം വാങ്ചുക്കിനും കോൺഗ്രസിനും കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ട്. നിലവിലിപ്പോൾ ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിതമല്ല, കഴിഞ്ഞ ദിവസത്തേതിൻ്റെ അത്ര പ്രശ്നബാധിതമല്ല കാര്യങ്ങൾ. ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകൾ, ഈ 140 കോടി ജനങ്ങൾ ഉള്ള അവരുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ലഡാക്കിൽ നിന്നും തിരികൊളുത്തുന്നു, വലിയ അക്രമത്തിന് തിരികൊളുത്തുന്നു എന്ന് പറയുമ്പോൾ രാജ്യം ഭയക്കേണ്ടതുണ്ട്. അതിന് കോൺഗ്രസ് തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ശരി, ലഡാക്ക് ആക്രമണത്തിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.